30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ. ഇന്ന് ആമസോണിൽ പുതിയൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം രാത്രി സമയം ഏകദേശം 9:15. അപ്പോൾ ഇവിടെ കളങ്കാവൽ എന്നൊരു സിനിമ റിലീസായിരിക്കുകയാണ്. ഞാൻ വളരെയധികം കാത്തിരുന്നൊരു സിനിമയാണ് മമ്മൂക്കയുടെ കളങ്കാവൽ എന്നൊരു പടം. അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ്. നട്ടപ്പാതിരയ്ക്ക് 10 മണിക്കാണ് ഇവിടുത്തെ ഷോ. എജ്ജാതി പടം എന്ന് വെച്ചാൽ എജ്ജാതി പടം. കിടിലൻ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടം സിനിമയിലെ ആ ഒരു ഇന്നസെന്റ് അവസ്ഥ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചതുപോലെ അതേ ഒരു അവസ്ഥ തന്നെയാണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. വില്ലൻ എന്ന് വെച്ചാൽ പക്ക വില്ലൻ. നമുക്ക് എന്മാരും വില്ലൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മമ്മൂട്ടിയുടെ ഒരു വില്ലനിസമാണ് വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ളത്. കൂടുതൽ സിനിമ റിവ്യൂയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. കിടിലൻ പടമാണ്. അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, അതൊരു ഫീലാണ്, ഒരു ത്രില്ലറാണ്, ഒരു മർഡർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. കില്ലറാണെന്ന് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ ഒരു ജേണി ഉണ്ട്. ആ ഒരു കില്ലറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിനായകൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ജേണിയാണ് ഈ സിനിമ. കിടിലൻ പടം, ആസ്റ്റർ സിനിമ. അവർ രണ്ടുപേരുടെയും ആക്ടിങ്, വിനായകൻ എന്ന് പറഞ്ഞ ആക്ടറുടെയും മമ്മൂക്കയുടെ ഒരു ആക്ടിങ് കിടിലൻ. അതിൽ ഇങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പല്ലെടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു എക്സ്പ്രഷനൊക്കെ വരാനുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ പൊങ്ങും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ സിനിമയിൽ ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇദ്ദേഹം ഒരു കില്ലറാണ്. ഇദ്ദേഹം എന്താ പറയുക, സ്ത്രീകളെ 30-35 വയസ്സായിട്ടുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയില്ല, ഒളിച്ചോടിയിട്ട് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കൊന്നുകളയാം. അതിൽ ത്രില്ല് കണ്ടെത്തുന്ന ഒരു സൈക്കോപാത്തിൻ്റെ കഥയാണ്. അത് തെളിയിക്കാൻ നടക്കുന്നത്, അത് ആരാണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്നത്. പക്ഷെ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു സസ്പെൻസോ ഒരു ട്വിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. അതിലേക്ക് എങ്ങനെ എത്തുന്നു, ഈ വിനായകൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം കില്ലർ ആരാണെന്ന്, കില്ലർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അയാൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടുകൾ ഇപ്പോൾ നിങ്ങൾക്കത് ലാഗായിട്ടൊക്കെ തോന്നാം, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇതിങ്ങനെ നമ്മുടെ ആ ഒരു പേസിൽ നമ്മൾ എങ്ങനെയാണോ കണ്ടു തുടങ്ങിയത് അതേ ഒരു പേസ് തന്നെയാണ് സിനിമയിൽ ഏറ്റവും അവസാനം വരെ എത്തുന്നത്. ആക്ടിങ്ങും സിനിമയുടെ സ്ക്രിപ്റ്റും കിട്ടില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കണ്ടു നോക്കുക, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കളങ്കാവൽ ഡേ. നല്ലൊരു ഫിലിം കണ്ട ഒരു കിക്കിൽ ഉറങ്ങാൻ പോകുന്നു.